ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകും. അതേസമയം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ മൃതദേഹം സംസ്കരിച്ചു. രാധാശ്വരങ്ങളുമായി ചേർന്നു. ആർക്കെ രേഖാചിത്രത്തിലൂടെ ഇവരെ കണ്ടെത്താൻ കഴിയും എന്നതാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഹാഷ്മി കരുതുന്നത്. ഇപ്പോൾ ഏതാണ്ട് 16ഓളം പേരാണ് ഇവർക്ക് സഹായം നൽകിയ പ്രദേശവാസികൾ എന്ന രീതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. 2 പേരുടെ രേഖാചിത്രങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവരെ പിടികൂടുന്നതിന് സഹായിക്കുന്ന ഏതെങ്കിലും വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഈ ഭീകരരെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇവർ ഒരു സംഘമായിട്ട് എത്തി എന്ന നിരീക്ഷണമാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ ഈ 2 പേർ ഈ മേഖലയിൽ ചിലയിടത്ത് തങ്ങുന്നുണ്ട്, ബാക്കിയുള്ളവർ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഉള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളും വിവരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. ആ ഘട്ടങ്ങളിലാണ് ഈ രേഖാചിത്രം ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. രേഖാചിത്രം ആ മേഖലകളിൽ എല്ലായിടത്തും പതിക്കാനായിട്ടുള്ള നടപടികളും ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേഗത്തിൽ ഈ വിവരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും സേനയും ഉള്ളത്. ഹാഷ്മി, അതേസമയം വീരമൃത്യു വരിച്ച സൈനികന് നാട് യാത്രാമൊഴിയും നൽകി അല്ലേ ആർക്കെ? അത്യന്തം ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത ഒരു ആക്രമണമായിരുന്നു അത്. സൈനികരെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള വിഷമം വൈകാരികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ആയിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ 3 ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സമാധാനത്തിലേക്ക് വരുന്നു എന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും ഈ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ മേഖലയിലും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ കോൺവോയ് ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരു സൈനികന് വീരമൃത്യുണ്ടായി. ഒരാൾ ഇപ്പോഴും അത്യാസന്നമായിട്ടുള്ള നിലയിൽ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വീരമൃത്യു വരിച്ച സൈനികൻ്റെ വീരോചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പാണ് സേന നൽകിയത്. ഓക്കെ, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.